പക്ഷെ ഇത്രയധികം അധപതിച്ച, ഇത്രയധികം ഏകാധിപത്യ സ്വഭാവമുള്ള, പൊതുജനങ്ങളെ ഇത്രയധികം ദ്രോഹിക്കുന്ന, വേട്ടയാടുന്ന ഒരു ഭരണകൂടമില്ലായിരുന്നു. നമുക്കെന്തെങ്കിലും പരാതി ഉണ്ടെങ്കിൽ ഇനി നമുക്ക് പോലീസ് സ്റ്റേഷനിലേക്ക് പോകാൻ കഴിയുമോ? കാരണം പോലീസ് സ്റ്റേഷനിലേക്ക് പോയാൽ നീതി കിട്ടില്ല. സത്യസന്ധരായ ഉദ്യോഗസ്ഥർക്ക് പോലും നടപടിയെടുക്കാൻ പറ്റാത്ത അവസ്ഥയാണ് ഈ കേരളത്തിൽ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. നമ്മൾ അതിന് പകരം പോകേണ്ടത് പാർട്ടി ഓഫീസിലേക്കായിരിക്കും. നമസ്കാരം. ഇന്നലെ വളരെ ഭീതിപ്പെടുത്തുന്ന ഒരു ദൃശ്യം കാണാനിടയായി. ഞാനും നിങ്ങളും ഉൾപ്പെടെയുള്ള കേരളത്തിലെ സാധാരണക്കാർ മാത്രമല്ല, പോലീസ് ഉദ്യോഗസ്ഥർ പോലും കേരളത്തിൽ സുരക്ഷിതമല്ല എന്ന് തെളിയിക്കുന്ന ആ ദൃശ്യങ്ങൾ. നഗരൂർ SHO അൻസാറിനെ DYFI വേട്ടപ്പട്ടികൾ അദ്ദേഹത്തിന്റെ ഔദ്യോഗിക വാഹനം തടഞ്ഞു നിർത്തി നടു റോഡിൽ വെച്ച് ആക്രമിക്കാൻ ശ്രമിക്കുകയും കണ്ണുപൊട്ടുന്ന തെറിവിളിക്കുകയും ചെയ്യുന്ന ദൃശ്യങ്ങളാണ് പുറത്തു വന്നത്. ബംഗാളിലെ ചരിത്രമെടുത്ത് പരിശോധിച്ചാൽ മനസ്സിലാകും. 33 കൊല്ലം ബുദ്ധദേവ് ഭട്ടാചാര്യയും ജ്യോതി ബസുവും തലകുത്തി നിന്ന് ഭരിച്ച് ആ സംസ്ഥാനത്തെ കമ്മികളുടെ അധീനതയിലാക്കി. നിരവധി പേരെ, പാർട്ടിയുടെയും പാർട്ടി നേതാക്കളുടെയും തെമ്പാണിത്തരങ്ങളും അഴിമതികളും തുറന്നു പറഞ്ഞ നിരവധി പേരെ, മാധ്യമപ്രവർത്തകരെയും സാധാരണക്കാരെയും എതിർകക്ഷികളിലുള്ളവരെയും കൊന്നുകുഴിച്ചുമൂടി ഈ കമ്മ്യൂണിസ്റ്റുകാർ. പോലീസിനെ പോലും കൈവയ്ക്കുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തി. ഒടുവിൽ സഹികെട്ടാണ് ഈ വേട്ട നായ്ക്കളെ പശ്ചിമ ബംഗാളിലെ ജനങ്ങൾ ചവിട്ടി പുറത്തെറിഞ്ഞത്. ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് ഇത്രയധികം അധപതിച്ചിട്ടില്ലായിരുന്നു നമ്മുടെ കേരള പോലീസ്. പക്ഷേ രണ്ടാം പിണറായി സർക്കാരിന്റെ കാലത്ത് 2 സ്ത്രീ പീഡന കേസുകളിൽ പ്രതിയായിട്ടുള്ള P. ശശി എന്ന സൂപ്പർ മുഖ്യമന്ത്രി പൊളിറ്റിക്കൽ സെക്രട്ടറിയായി വന്നതോടുകൂടിയാണ് കേരള പോലീസ് ഇത്രയധികം അധപതിച്ചത്. ഇത് തെളിയിക്കുന്നത് കഴിഞ്ഞ 10 വർഷം പിണറായി വിജയൻ എന്ന കഴിവുകെട്ട മുഖ്യമന്ത്രി ഈ കേരളം എന്ന സംസ്ഥാനത്തെ എത്രമാത്രം അധപതിപ്പിച്ചു എന്നുള്ളതാണ്. ഞാനിത് പറയുമ്പോൾ ചിലപ്പോൾ ഒരു രോഷം കൊണ്ടുപോകാം. കാരണം ഈ കേരളം എന്ന് പറയുന്ന സംസ്ഥാനത്ത് ഒരുപാട് മുഖ്യമന്ത്രിമാരുണ്ടായിരുന്നു, ഒരുപാട് ഭരണകൂടങ്ങൾ ഉണ്ടായിരുന്നു, ഇടതും വലതുമായി. പക്ഷെ ഇത്രയധികം അധപതിച്ച, ഇത്രയധികം ഏകാധിപത്യ സ്വഭാവമുള്ള, പൊതുജനങ്ങളെ ഇത്രയധികം ദ്രോഹിക്കുന്ന, വേട്ടയാടുന്ന ഒരു ഭരണകൂടമില്ലായിരുന്നു. പിണറായി വിജയന്റെ ഈ കഴിവുകെട്ട ഭരണമാണ് കേരളത്തിലെ ആഭ്യന്തരവും ആരോഗ്യവും പൊതുവിദ്യാഭ്യാസവും ഉൾപ്പെടെയുള്ള മേഖലകളെ തകർത്തത്. P. ശശി എന്ന പൊളിറ്റിക്കൽ സെക്രട്ടറി രണ്ടാം പിണറായി സർക്കാരിന്റെ കാലത്ത് വന്നതോടുകൂടിയാണ് ഈ കേരള പോലീസ് ഇത്രയധികം അധപതിച്ചത്. കേരള പോലീസിന് വഴിവിട്ട് പലതും ചെയ്യാൻ നിർബന്ധിതരാകേണ്ടി വന്നത്. മുഖ്യമന്ത്രിയുടെയും മന്ത്രിമാരുടെയും പാർട്ടി നേതാക്കളുടെയും ഒക്കെ അഴിമതികളും കൊള്ളരുതായ്മകളും ഒക്കെ തുറന്നു കാണിക്കുന്ന ഓൺലൈൻ മാധ്യമങ്ങൾ ഉൾപ്പെടെയുള്ളവരെ വേട്ടയാടി ഈ ശശിയുടെ നിർദ്ദേശത്തിൽ കേരള പോലീസ്. ഞാൻ ഉൾപ്പെടെയുള്ളവർ 19 ദിവസം ജയിലിൽ കിടന്നു. എന്തിനായിരുന്നു അത്? ഓരോ അറസ്റ്റ് ചെയ്തിട്ടുള്ള ഓരോ സമയത്തെ, ഓരോ നിമിഷത്തെ കാര്യങ്ങളും നിരീക്ഷിക്കാൻ മുഖ്യമന്ത്രിയുടെ ഓഫീസ് അന്ന് സജ്ജമായിരുന്നു. എന്നെ പോലെയുള്ള ഒരു സാധാരണക്കാരനെ പോലും അങ്ങനെയാണ് വേട്ടയാടുന്നതെങ്കിൽ ഇവിടെ മുഖ്യമന്ത്രിയെ എതിർക്കുന്ന മറ്റുള്ളവരെ, അല്ലെങ്കിൽ പാർട്ടി നേതാക്കളെ എതിർക്കുന്നവരുടെ അവസ്ഥ എന്തായിരിക്കും? ഒരു സാധാരണക്കാരൻ പോലും പറയുന്നതിനെ ഇത്രയധികം ഭയപ്പെടുന്ന ഇവനൊക്കെയാണോ കമ്മ്യൂണിസ്റ്റുകാർ? ഈ നാടിനെ ഇത്രയധികം അധപതിപ്പിച്ചില്ലേ? പോലീസുകാർക്ക് ഇനി ഈ പോലീസിന്റെ ആത്മവീര്യം നഷ്ടപ്പെടുന്ന ഒരു പ്രവൃത്തിയും അനുവദിക്കില്ല എന്നാണ് നമ്മുടെ DGP, കഴിവുള്ള DGP, കഴിവില്ലാത്ത DGP എന്ന് പറയാൻ പാടില്ല. കാരണം കഴിവില്ലാത്ത DGP എന്ന് മുൻ DGPയെ പറഞ്ഞതിന്റെ പേരിലാണ് DNA ഓഫീസ് കൊള്ളയടിച്ചത് പോലീസ്. അതുകൊണ്ട് കഴിവുള്ള DGP രവാദ ചന്ദ്രശേഖർ അദ്ദേഹം പറയുന്നത് പോലീസിന്റെ ആത്മവീര്യം തകർക്കുന്ന ഒന്നും അനുവദിക്കില്ല എന്നാണ്. ഈ അവിടെ DYFIയുടെ ബ്രാഞ്ച് സെക്രട്ടറി ആണെന്ന് തോന്നുന്നു, രതീഷ് എന്ന് പറയുന്ന വേട്ടപ്പട്ടി ഉൾപ്പെടെയുള്ളവരെ 9 പേർക്കെതിരെയാണ് കേസെടുത്തിട്ടുള്ളത്. ഒരു SHOയ്ക്ക് ആ അനുഭവമാണെങ്കിൽ എന്നെയും നിങ്ങളെയും പോലെയുള്ള സാധാരണക്കാരുടെ അനുഭവം എന്തായിരിക്കും? കൊന്നുകളയുവന്മാര് നമ്മളെ. മുഖ്യമന്ത്രിയും മന്ത്രിമാരും പൊതു ഖജനാവിൽ നിന്ന് കോടിക്കണക്കിന് രൂപ മുടക്കി അങ്ങ് കാസർഗോഡ് നിന്ന് ഇങ്ങ് പാറശാല വരെ ഒരു നവകേരള സർക്കിട്ട് നടത്തിയില്ലേ? ആ നവകേരള സർക്കിട്ടിൽ മുഖ്യമന്ത്രിയെ കരിങ്കൊടി കാണിച്ച KSUക്കാരെ ചെടിച്ചട്ടി കൊണ്ടും ഹെൽമറ്റ് കൊണ്ടും തല്ലി തല പൊളിച്ചപ്പോൾ ഈ 80 വയസ്സുള്ള ഒരു മുത്തച്ഛനാകാൻ, ഈ തല തല്ലി പൊളിക്കപ്പെട്ട കുട്ടികളുടെ മുത്തച്ഛനാകാൻ പ്രായമുള്ള പിണറായി വിജയൻ അട്ടഹസിച്ചുകൊണ്ട് പറഞ്ഞത് എന്താണ്? രക്ഷാപ്രവർത്തനമെന്ന്. ആ പറച്ചിലാണ് ഇതുപോലെയുള്ള SFI, DYFI വേട്ടപ്പട്ടികൾക്ക് ധൈര്യം കൊടുക്കുന്നത്. എത്രയാണെന്ന് വെച്ചാണ് നമ്മൾ ക്ഷമിക്കുക? നമുക്കൊരാവശ്യം വന്നാൽ, അല്ലെങ്കിൽ നമ്മളെ ഒരാൾ ആക്രമിച്ചാൽ, നമുക്കെന്തെങ്കിലും പരാതി ഉണ്ടെങ്കിൽ ഇനി നമുക്ക് പോലീസ് സ്റ്റേഷനിലേക്ക് പോകാൻ കഴിയുമോ? കാരണം പോലീസ് സ്റ്റേഷനിലേക്ക് പോയാൽ നീതി കിട്ടില്ല. സത്യസന്ധരായ ഉദ്യോഗസ്ഥർക്ക് പോലും നടപടിയെടുക്കാൻ പറ്റാത്ത അവസ്ഥയാണ് ഈ കേരളത്തിൽ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. നമ്മൾ അതിന് പകരം പോകേണ്ടത് പാർട്ടി ഓഫീസിലേക്കായിരിക്കും.
ഇവനെ പോലെയുള്ള കൂതറകളുടെ കാല് പിടിക്കേണ്ടി വരും. CPM-ന്റെയും DYFI-യുടെയും SFI-യുടെയും ചുമതലയുള്ള നാറികളുടെ കാല് പിടിക്കേണ്ടി വരും സാധാരണക്കാർ. പോലീസ് സ്റ്റേഷനിലേക്ക് എങ്ങനെ ചെല്ലും? കാരണം പോലീസ് സ്റ്റേഷൻ നിയന്ത്രിക്കുന്നത് ഇവരാണെങ്കിൽ ഈ ഒരു SHOയെ പോലും അദ്ദേഹത്തിന്റെ ഔദ്യോഗിക വാഹനം തടഞ്ഞിട്ട് അദ്ദേഹത്തെ ആക്രമിക്കാനും അദ്ദേഹത്തെ തെറി വിളിക്കാനും ധൈര്യമുണ്ടെങ്കിൽ ഇവനൊക്കെ എന്തും ചെയ്യും. ഇതിനൊക്കെ വളം വെച്ചു കൊടുക്കുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്ന കഴിവുകെട്ട ആഭ്യന്തരമന്ത്രിയാണ്. നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ നിതിൻ പുല്ലൻ? ഈ നിതിൻ പുല്ലൻ ചാലക്കുടി SHOയുടെ പോലീസ് വാഹനം നടു റോഡിൽ തടഞ്ഞിട്ട് ആ വാഹനം അടിച്ചു തകർത്ത് അതിന്റെ ബോണറ്റിൽ കയറി നിന്ന് താണ്ഡവം ആടി. അവനെ രക്ഷിച്ചു കൊണ്ടുപോയി അവിടുത്തെ CPM ഉണ്ടകൾ. ഒടുവിൽ അവിടെ അജിതാ ബീഗം എന്ന് പറയുന്ന ആർജവമുള്ള നട്ടലുള്ള ഒരു DCP ഉള്ളത് കൊണ്ട് കാപ്പ ചുമത്തി ഈ വേട്ടപ്പട്ടിയെ, നിതിൻ പുല്ലൻ എന്ന് പറയുന്ന വേട്ടപ്പട്ടിയെ കാപ്പ ചുമത്തി അകത്താക്കി, നാട് കടത്തി അവിടെ നിന്ന്. അതിനുശേഷം ഇപ്പോൾ എന്താണ്? അവൻ ചാലക്കുടി നഗരസഭയിൽ നിന്ന് ജയിച്ച് കൗൺസിലറായി. ഇനി ഒരുപക്ഷെ അവൻ മേയറാകും, MLA ആകും, മന്ത്രിയാകും. പക്ഷെ അതിനുള്ള ഒരു കാലമല്ല ഇത്. കാരണം വെറുത്തു കഴിഞ്ഞു ജനം ഈ പറയുന്ന നശിച്ച ഗുണ്ടാ പാർട്ടിയെ. ഇതിനെ ഒരു അധോലോകം എന്നല്ലേ നമുക്ക് പറയാൻ കഴിയൂ. അധോലോകം. ഇവിടെ എത്രയോ വിദ്യാർത്ഥി സംഘടനകളുണ്ട്, ABVPയും KSUവും അടക്കം. പക്ഷെ ഈ SFI വേട്ടപ്പട്ടികളെ പോലെ ഇത്രയും മൃഗീയമായി സമരമുറകൾ നടത്തുന്നവർ വേറെയുണ്ടോ? കൂടെ പഠിക്കുന്നവരെ പോലും മൃഗീയമായി ആക്രമിക്കുന്ന അത്ര മാനസിക വൈകൃതമുള്ള വിദ്യാർത്ഥികളാണ് ഈ പറയുന്ന SFIയിൽ പ്രവർത്തിക്കുന്നത്. കൂടെ പഠിക്കുന്നവരെ പോലും ക്രൂരമായി റാഗ് ചെയ്ത് കൊല്ലാൻ മടിക്കാത്ത അത്രയും മനോവൈകൃതമുള്ള വേട്ടപ്പട്ടികളാണ് SFIയിലുള്ളത്. ഇപ്പൊ കണ്ടില്ലേ, ചിന്താ ജെറോമിന്റെ നേതൃത്വത്തിൽ നടത്തിയ മാർച്ചിൽ വിളിച്ച മുദ്രാവാക്യം, അച്ഛനില്ലാത്ത നേരത്ത് അമ്മയ്ക്ക് ഉണ്ടായ അവിഹിതങ്ങളെ അങ്ങനെ എന്തോ പറഞ്ഞിട്ടാ വിളിച്ചത്. അത് ഇവരും അങ്ങനെ ആയിരിക്കുമല്ലോ. KSUക്കാർക്കോ അല്ലെങ്കിൽ അത് BJPക്കാർക്കോ കോൺഗ്രസ്സുകാർക്കോ മാത്രം ബാധകമല്ലല്ലോ. ഒളിവ് ജീവിതങ്ങളോട് ഒരുപാടുണ്ടായത് CPM-കാർക്കാണ്, കമ്മ്യൂണിസ്റ്റുകാർക്കാണ്. അപ്പൊ അത്തരം ഒരു മുദ്രാവാക്യം വിളിക്കുമ്പോൾ ഈ ചിന്താ ജെറോമിനെതിരെ കേസെടുത്തു, പക്ഷെ ഒന്നും ചെയ്തിട്ടില്ല. സ്ത്രീപക്ഷവാദിയാണത്രേ, സ്ത്രീപക്ഷവാദി. ഇതൊക്കെ കാണുമ്പോൾ എങ്ങനെയാണ് രോഷം കൊണ്ടുപോകാതിരിക്കുക? 10 വർഷമായി കേരളത്തിലെ പൊതു ഖജനാവിൽ നിന്ന് കോടികൾ മുടക്കി ഭാര്യയെയും ചെറുമകനെയും മകളെയും കൂട്ടി എത്രയോ വിദേശ ധൂർത്തുകൾ നടത്തി പിണറായി വിജയൻ. ഇവിടെ എത്രയോ മുഖ്യമന്ത്രിമാർ ഇതിനു മുമ്പ് ഉണ്ടായിട്ടുണ്ടോ? ഇത്രയധികം അഴിമതികൾ നടത്തിയ മറ്റൊരു മുഖ്യമന്ത്രി ഉണ്ടോ? എന്നിട്ടും ഇപ്പോൾ 3ാം വട്ടവും അധികാരം പിടിച്ചെടുക്കാനായി കാണിക്കുന്ന ഗോഷ്ഠികളും കോപ്രായങ്ങളും കുതന്ത്രങ്ങളും കാണുമ്പോൾ എങ്ങനെയാണ് നമുക്കിതൊക്കെ പറയാതിരിക്കാൻ കഴിയുക? മോഹൻലാലിനെ വിളിക്കുന്നു, അഭിമുഖം ചെയ്യുന്നു, ബസ്സുകളുടെ വശങ്ങളിലെല്ലാം ഇളിച്ചുകൊണ്ടിരിക്കുന്ന പണം ഒട്ടിച്ചിട്ട് പച്ചക്കള്ളം എഴുതി പിടിപ്പിക്കുന്നു. ഇവിടെ എന്താണ്? ഞാനും നിങ്ങളെ ഉൾപ്പെടെയുള്ളവർ അടിമകളാണോ? ഈ കമ്മ്യൂണിസ്റ്റ് നാറികളുടെ അടിമകളാണോ ഞാനും നിങ്ങളും ഉൾപ്പെടെയുള്ളവർ? നമ്മുടെ ജീവൻ പോലും സുരക്ഷിതമല്ല ഈ കേരളത്തിൽ. ഈ പാർട്ടിയിൽ ഒട്ടി നിൽക്കാത്ത ഒരുത്തനെയും ഈ പാർട്ടിക്കാർ വെറുതെ വിടില്ല. കാരണം അധികാരം നഷ്ടപ്പെടുന്നു എന്ന യാഥാർത്ഥ്യം അറിഞ്ഞപ്പോഴേക്കും അവരുടെ പേ ഇളകിയിരിക്കുകയാണ്. ആ രീതിയിലാണ് അവരുടെ പ്രവർത്തനങ്ങൾ. നേതാക്കന്മാരാകട്ടെ, അണികളാകട്ടെ, ഇങ്ങ് താഴേക്കടയിലുള്ള വിവരവും വെള്ളിയാഴ്ചയും മാനവും മര്യാദയും ഇല്ലാത്ത അന്തം കമ്മികളാകട്ടെ, പേ ഇളകിയിരിക്കുകയാണ് ഇവർക്കൊക്കെ. എങ്ങനെയാണ് ഈ നാട്ടിൽ ഇനി ജീവിക്കുക? നിങ്ങളൊന്ന് പറയൂ, എങ്ങനെ ജീവിക്കും നമ്മൾ? ഒരു പോലീസ് ഉദ്യോഗസ്ഥന്റെ, എനിക്കോ നിങ്ങൾക്കോ ഒരു വിഷയം വരുമ്പോൾ നമ്മൾ ഓടിക്കയറേണ്ടത് ഒരു പോലീസ് സ്റ്റേഷനിലേക്കാണ്. ആ പോലീസ് സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥനെ, ആ സ്റ്റേഷൻ ഹൗസ് ഓഫീസറെ നടു റോഡിൽ തടഞ്ഞിട്ട് അദ്ദേഹത്തെ ആക്രമിക്കാൻ ശ്രമിക്കുകയും അദ്ദേഹത്തെ അസഭ്യം വിളിക്കുകയും ചെയ്യുമ്പോൾ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? പോലീസുകാരോട് പറയാനുള്ളത്, പോലീസ് അസോസിയേഷനോട് പോയി പണി നോക്കാൻ പറ. അതിലിരിക്കുന്ന കുറെ തലപ്പത്തിരിക്കുന്ന കുറെ അണ്ണന്മാരുണ്ടല്ലോ, അവരാണ് ഈ നിങ്ങളുടെ ഈ സേനയെ ഇത്രയധികം അധപതിപ്പിച്ചത്. നിങ്ങൾക്ക് ആത്മവിശ്വാസത്തോടെയും ഒരു അഭിമാനത്തോടെയും ജോലി ചെയ്യാതിരിക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കിയത് ഈ നിങ്ങളുടെ പോലീസ് അസോസിയേഷനാണ്. ഇങ്ങനെയുള്ളവരെ കിട്ടുമ്പോൾ ഇടിച്ച് നട്ടെല്ല് പൊട്ടിക്കുക, അതാണ് ചെയ്യേണ്ടത്. ഇവനൊക്കെ കിടക്കണം ആയുഷ്കാലം. ഇവരൊക്കെ എന്ത് സന്ദേശമാണ് ഈ സമൂഹത്തിന് നൽകുന്നത്? ഇവരൊക്കെ ജീവിച്ചിരുന്നാൽ അല്ലെങ്കിൽ ഇവരൊക്കെ എണീറ്റ് നടന്നാൽ എന്ത് ഗുണമാണ് ഈ സമൂഹത്തിന് ഉണ്ടാകുന്നത്? ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ പോലും ഇത്തരത്തിൽ ആക്രമിക്കാൻ മുതിർന്ന യുവന്മാർ ഒരു സാധാരണക്കാരനെ എന്ത് ചെയ്യില്ല?
കോടതിയിൽ ചെന്ന് ഇനിയിപ്പോൾ അവനെ അറസ്റ്റ് ചെയ്യും, പേരിന് വേണ്ടി അറസ്റ്റ് ചെയ്യും, തലോടും, അറസ്റ്റ് ചെയ്ത് കോടതിയിൽ ഹാജരാക്കും. റിമാൻഡ്, കാരണം ഇത്രയും തെളിവുകൾ ഉള്ളത് കൊണ്ട് ഒരു ചെറിയ റിമാൻഡ്. ആ റിമാൻഡിന് അയക്കുമ്പോൾ പോലും നിങ്ങൾ നോക്കിക്കോളൂ, രക്തഹാരമിട്ട് അയക്കാൻ വേട്ടപ്പട്ടികൾ വേറെ പിന്നാലെ വരും. ഇവനൊക്കെ തിരിച്ചിറങ്ങുമ്പോഴും സ്വീകരിക്കാൻ അതുപോലെ. ഇനി മറ്റൊരു കാര്യം കൂടി, ഇന്ന് ഇപ്പോൾ SHOയെ ചീത്ത വിളിച്ചില്ലേ, ആക്രമിക്കാൻ ശ്രമിച്ചില്ലേ ഈ രതീഷ് എന്നൊക്കെ പറയുന്നവന്മാർ, അടുത്ത യുവന്മാർക്ക് അടുത്ത സ്ഥാനക്കയറ്റമാണ് കിട്ടാൻ പോകുന്നത്. കാരണം ഈ ഗുണ്ടാ പാർട്ടിയിൽ സ്ഥാനക്കയറ്റത്തിനും നിലനിൽക്കാനും വേണ്ടത് ഇത്തരം തെമ്മാടിത്തരങ്ങൾ കാണിക്കാനുള്ള ഒരു സ്വഭാവമാണ്. ഇവിടെ കുഞ്ഞികൃഷ്ണന്മാരെ വേണ്ട, G സുധാകരന്മാരെ വേണ്ട, TP ചന്ദ്രശേഖരന്മാരെ വേണ്ട, എതിർക്കുന്ന ആരെയും വേണ്ട. നുണകളും പച്ചക്കള്ളങ്ങളും പടച്ചുവിടാനും ആരെയും ആക്രമിക്കാനും പാർട്ടി നേതാക്കൾ പറയുന്നത് അതേപടി വിഴുങ്ങി മറ്റുള്ളവരുടെ ജനജീവിതം, അവരുടെ ജീവിതം വഴിമുട്ടിക്കാനും തയ്യാറുള്ള ആൾക്കാരെയാണ് പാർട്ടിക്ക് വേണ്ടത്. ഇതൊക്കെ പറയുമ്പോൾ എങ്ങനെയാണ് ഈ നാട്ടിൽ ജീവിക്കാൻ കഴിയുക? എതിർക്കുന്നവരെ, അഴിമതികൾ ചൂണ്ടിക്കാണിക്കുന്നവർക്കെതിരെ കേസെടുക്കുക, കള്ളക്കേസുകൾ എടുക്കുക. നമ്മൾ കണ്ടതാണല്ലോ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കാര്യത്തിൽ, മറുനാടൻ മലയാളിയുടെ ചീഫ് എഡിറ്റർ ഷാജൻ സ്കറിയയുടെ കാര്യത്തിൽ, അഡ്വക്കേറ്റ് KM ഷാജഹാന്റെ കാര്യത്തിൽ, അങ്ങനെ എത്രയോ പേരുടെ കാര്യത്തിൽ നമ്മൾ കണ്ടതാണ്. PC ജോർജിന്റെ കാര്യത്തിൽ ഇതൊക്കെ നമ്മൾ കണ്ടതാണ്. പാർട്ടിയോട് എതിർക്കുന്ന, പാർട്ടിയെ വിമർശിക്കുന്ന, പാർട്ടിയുടെ അഴിമതികൾ ചൂണ്ടിക്കാണിക്കുന്നവരെ ഉന്മൂലനം ചെയ്യുക, അങ്ങനെ ഭരണം പിടിക്കുക എന്നുള്ളതാണ് ഇവരുടെ ഒരു രീതി.